കേരളം കാത്തിരുന്ന ഫലസൂചന വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകും, ഭരണം ആര് പിടിക്കും എന്നുള്ള നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ആകാംക്ഷ വോട്ട് ചെയ്തതിനു ശേഷം നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം വരുന്ന ഈ ഇന്നത്തെ റിസൾട്ട് കേരളത്തെ സംബന്ധിച്ച് അതിനിർണായകമാണ്. പിണറായി 3 ആണോ, പിണറായി തുടരുമോ, അതോ നിലവിൽ പുതിയ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും UDF അധികാരത്തിൽ വരുമോ എന്നുള്ള അതിനിർണായകമായിട്ടുള്ള ഫലസൂചനകൾ പുറത്തു വരുന്ന ഇപ്പോൾ ഈ ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ജില്ലകളിലും UDFന് വ്യക്തമായ മേൽക്കൈ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ഫലസൂചന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ആദ്യ ഫലസൂചനകൾ റിപ്പോർട്ടുകൾ പ്രകാരം UDFന് അനുകൂലമായിട്ടുള്ള തരംഗമാണ്, അല്ലെങ്കിൽ ഒരു വേവാണ് സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാസർഗോഡ്, മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അങ്ങനെ കന്യാകുമാരി വരെ, പാറശാല, നെയ്യാറ്റിൻകര പോലുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ എല്ലാം UDFന് വ്യക്തമായ മേൽക്കൈയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മധ്യ കേരളം തൂത്തുവാരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. അതുപോലെ കൊല്ലത്തും വ്യക്തമായ ആധിപത്യം പുലർത്തും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും പുറത്തുവരുന്ന ആദ്യ ഫല സൂചനകൾ പ്രകാരം. കൊല്ലം, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ഇവിടെയൊക്കെ വ്യക്തമായിട്ടുള്ള, ഇവിടെയൊക്കെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിന്ന ഈ ജില്ലകളിലൊക്കെ ഇപ്പോൾ UDF വ്യക്തമായ മേൽക്കൈ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരടക്കം തോൽവിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ UDFന് പക്ഷേ ഈ വിജയം, UDFന് അധികാരം കിട്ടിയാൽ തന്നെയും ഏറ്റവും വലിയ ബാലികാറാമലയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം നിൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകളും ചരടുവലികളും നേരത്തെ തന്നെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട്, സാമുദായിക അതുപോലുള്ള സംഘടനകളൊക്കെ ഇടപെട്ടുകൊണ്ട് സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ലീഗിന്റെ നിലപാട്, മുഖ്യമന്ത്രി സ്ഥാനത്ത് ലീഗിന്റെ നിലപാട് വളരെ നിർണായകമാണ്. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ കൂടുതൽ ഫലങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ വ്യക്തമായ വിശദമായ വാർത്തകൾ നൽകുന്നതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ Facebook ചാനൽ ഫോളോ ചെയ്യുക.